നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ പിന്മാറ്റം എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഹമാസിനെ ഉന്മൂലനാശം ചെയ്യാതെ ഗാസയിൽ നിന്ന് ഒരു അടി പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പോൾ ഇതാ നിർണായകമായ മറ്റൊരു വിവരം പുറത്തുവരികയാണ്. ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതി. ഈ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇന്ന് വാദം തുടങ്ങാനിരിക്കുകയാണ്. ഇന്നും നാളെയുമാണ് വാദം കേൾക്കുന്നത്. വംശഹത്യ കേസാണ്. റാഫയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ പുതിയ ആക്രമണത്തെ ചോദ്യം ചെയ്യുകയാണ് ഈ കേസിലൂടെ. റാഫ ആക്രമണം വംശഹത്യയ്ക്ക് അതിന്റെ ആഘാതം കൂട്ടുന്ന സാഹചര്യമാണെന്നും അടിയന്തരമായി ഗാസയിൽ നിന്നും മടങ്ങാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക വാദിക്കുകയാണ്. ഈജിപ്ത് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ കക്ഷി ചേരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ ക്യാബിനറ്റ് കോടതിക്ക് മുമ്പാകെ നിലപാട് വാദിക്കാൻ സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിരുന്നു. ആത്മരക്ഷാർത്ഥമുള്ള ഗാസ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ ഒരു കോടതിക്കും അധികാരമില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായി തന്നെ വാദിക്കുന്നത്. ഫലസ്തീന് യുഎനിൽ പൂർണ്ണ അംഗത്വ പദവി നൽകാനുള്ള നീക്കം, ആ നീക്കത്തെ അംഗീകരിക്കില്ല എന്ന നിലപാടും ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം മറ്റു വാർത്തകൾ കൂടി നോക്കാം. വടക്കൻ തെക്കൻ ഗാസകളിൽ വ്യാപക ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും നടത്തുകയാണ്. ഇന്നലെ 60 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ മരണസംഖ്യ 35,233 ഉയർന്നിരിക്കുകയാണ്. ജബാലിയ ക്യാമ്പിന് സമീപം നടത്തിയ ബോംബാക്രമണം. ഈ ബോംബാക്രമണത്തിൽ 9 ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു. അതേസമയം ഇന്നലത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. 1948 ഫലസ്തീൻ മണ്ണിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തതിന്റെ 76ാം വാർഷിക ദിനം കൂടിയായിരുന്നു ഇന്നലെ. കഴിഞ്ഞ ദിവസം ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. എല്ലാ പ്രതികൂലതകൾക്കിടയിലും ലോകമൊന്നടങ്കമുള്ള യുവത ഫലസ്തീൻ പ്രശ്നം ഏറ്റെടുത്തുവെന്നും ഇത് ആവേശകരമാണ് എന്നുമായിരുന്നു ഹമാസ് നേതാവിന്റെ പ്രതികരണം. യുദ്ധത്തിന്റെ 8ാം മാസത്തിലും ഹമാസ് മുന്നിൽ ഇസ്രായേൽ സൈന്യം പതറുകയാണെന്നാണ് ഹമാസ് നേതാവ് പറയുന്നത്. റാഫ ആക്രമണത്തെ തുടർന്നുള്ള ഈ ഒരു ഭിന്നതയ്ക്കിടയിലും $1 ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചു. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ബൈഡൻ പിന്മാറണം എന്ന് അമേരിക്കൻ പ്രതിനിധി സഭാംഗം ഇൽഹാൻ ഒമർ ആവശ്യപ്പെടുകയുണ്ടായി. അതിനിടെ യുദ്ധാനന്തരം ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള സർക്കാർ വേണമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തള്ളി. ഹമാസ് അല്ലാത്ത ഫലസ്തീൻ സർക്കാരാണ് ഗാസയിൽ വരേണ്ടതെന്നാണ് ഗാലന്റ് അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഗാസയിൽ ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണവും അംഗീകരിക്കാനാവില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു. നിരവധി സൈനികർ കൊല്ലപ്പെടുമ്പോൾ സർക്കാർ മന്ത്രിമാർ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതേസമയം റാഫ ആക്രമണത്തിൽ ഈജിപ്ത് ബന്ധം വഷളായിരുന്നു. ഇത് പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ സംഘം കൈറോയിൽ എത്തിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഉയർന്ന സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.